ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1996 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഫൗണ്ട് ഫൂട്ടേജ് ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ ബ്ലെയർ വിച്ച് പ്രോജക്ട്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പേടിപ്പെടുത്തുന്ന സൈക്കോളജിക്കൽ ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. 1785 കാലഘട്ടത്തില് മേരിലാൻഡ് എന്ന സ്ഥലത്ത് ബ്ലെയർ എന്നൊരു ചെറിയൊരു ടൗൺ ഉണ്ടായിരുന്നു. അവിടെ എല്ലി എഡ്വാർഡ് എന്നൊരു മന്ത്രവാദിനി താമസിച്ചിരുന്നു. എല്ലി എന്ന വിച്ച് ആ പട്ടണത്തിലെ കുഞ്ഞുങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയി കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഊറ്റിയെടുത്ത് എന്തൊക്കെയോ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്തിരുന്നു. ആ സ്ത്രീ കുഞ്ഞുങ്ങളെ കൊന്നിരുന്നില്ല, അവരുടെ ബ്ലഡ് എടുത്തിരുന്നു ദുർമന്ത്രവാദം ചെയ്യാനായിട്ട്. അങ്ങനൊരു ദിവസം ആ ടൗണിലെ ആളുകള് ആ വിച്ചിനെ കൈയോടെ പിടികൂടി. അക്കാലത്ത് ഇതുപോലെ ദുർമന്ത്രവാദം ചെയ്യുന്നവരെ കാടിനുള്ളിലെ ഒരു മരത്തിൽ കെട്ടിയിട്ട് തീ കൊളുത്തി അവരെ കൊന്നുകളയും. എന്നാൽ ആ ഗ്രാമത്തിലുള്ളവരെ ആ വിച്ചിനെ അങ്ങനെ കൊല്ലുന്നതിന് പകരം കാടിനുള്ളിലെ ഒരു മരത്തില് ജീവനോടെ കെട്ടിയിട്ട് കയ്യിലും കാലുകളിലും വലിയ പാറക്കല്ലുകള് കെട്ടിത്തൂക്കി. വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ആ മന്ത്രവാദിനി മരിക്കാനായിട്ട്. ആ സമയം നല്ല മഞ്ഞ് പെയ്യുന്ന സീസൺ ആയിരുന്നു. പിന്നീട് വിന്ററൊക്കെ കഴിഞ്ഞ് ആ ഗ്രാമത്തിലുള്ളവര് ആ വിച്ചിന്റെ ഡെഡ് ബോഡി തെരഞ്ഞു ചെല്ലുമ്പോ എല്ലി എന്ന ആ വിച്ചിനെ കെട്ടിയിട്ടിരുന്ന മരത്തില് ആ സ്ത്രീയെ കാണുന്നില്ല. അവരെ കെട്ടിയിട്ട കയറ് പോലും ആ മരത്തിലുണ്ടായിരുന്നില്ല. ആ ഒരു മന്ത്രവാദിനെ മരണപ്പെട്ടോ അതോ വല്ല മൃഗങ്ങളും ഡെഡ് ബോഡി എടുത്തോണ്ട് പോയതാണോ അതൊന്നും തന്നെ ആർക്കും അറിയത്തില്ല. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം ആ ഗ്രാമത്തിലെ ആളുകളെ കാണാതാവാൻ തുടങ്ങി. അവരെ ആരെയും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ചെയ്യുന്നത് ആ വിച്ചിന്റെ പ്രേതമാണ്. ആ ഒരു ഗ്രാമം ശപിക്കപ്പെട്ടിരിക്കുകയാണെന്നും പറഞ്ഞ് എല്ലാവരും ആ ഗ്രാമം ഉപേക്ഷിച്ചു പോയി. ഇതുകൊണ്ടൊന്നും ആ മന്ത്രവാദിനിയുടെ പ്രതികാരം തീർന്നിരുന്നില്ല. ഈ സംഭവങ്ങൾ കഴിഞ്ഞ് ഏകദേശം 100 വർഷങ്ങൾ കഴിഞ്ഞ് കാടിനുള്ളിലേക്ക് പോയ 11 പേര് കാടിനുള്ളിൽ വെച്ച് കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടിരുന്നു. ആ സ്ത്രീ ഒരു കുഞ്ഞിനെ അരുവിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി മുക്കിക്കൊല്ലുന്നതാണ് ആ 11 പേരും കണ്ടത്. അവർ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞ് ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി എടുക്കാനായിട്ട് ആ അരുവിയിലേക്ക് ചെന്നപ്പോ അവിടെ കുഞ്ഞിന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നില്ല. കുറെ ചുള്ളിക്കമ്പുകളും വിറക് കെട്ടുകളും കൊണ്ട് ആ അരുവി തന്നെ മൂടിയ ഒരു അവസ്ഥയിലായിരുന്നു. കുഞ്ഞിന്റെ ഡെഡ് ബോഡി അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. പിന്നീട് 1886 വീണ്ടും ഒരു കുഞ്ഞിനെ കാണാനില്ലെന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകള് കുഞ്ഞിനെ തെരഞ്ഞ് കാട്ടിലേക്ക് പോയി. 2-3 ദിവസത്തിനുള്ളില് കുഞ്ഞിനെ കണ്ടെത്തി. എന്നാൽ കുഞ്ഞിനെ തെരഞ്ഞു പോയ ആ 5 പേരും പിന്നീട് തിരികെ വന്നിട്ടില്ല. പിന്നീട് അവരെ തെരഞ്ഞ് മറ്റൊരു ഗ്രൂപ്പ് കാട്ടിലേക്ക് പോയി. 4 ദിവസത്തിന് ശേഷം ഒരു പാറപ്പുറത്ത് കാണാതായ 5 പേരുടെ ഡെഡ് ബോഡി കണ്ടെത്തി. ആ ഒരു പാറയെ ഈ ഗ്രാമത്തിലുള്ളവർ വിളിക്കുന്നത് കഫിൻ റോക്ക് എന്നാണ്. അതായത് ആ പാറയെ അവരൊരു ശവപ്പെട്ടിയായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ മരിച്ചു കിടന്നവരെ എന്തെങ്കിലും മൃഗങ്ങൾ ആക്രമിച്ചതായിരുന്നില്ല. അവരുടെ ഡെഡ് ബോഡി ആകെ വികൃതമാക്കി അവരുടെ ഓർഗൻസ് ഒക്കെ വെളിയിലായിരുന്നു. ചുറ്റും കുറെ ചുള്ളിക്കമ്പുകളും കല്ലുകളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവരുടെ കൈകാലുകളൊക്കെ പരസ്പരം കയറുകൊണ്ട് കെട്ടിയിരുന്നു. ഒരു പെന്റഗ്രാം പോലെ, ഒരു സാത്താന്റെ സിംബല് പോലെയാണ് അവരെ ആ പാറപ്പുറത്ത് കിടത്തിയിരുന്നത്. പിന്നീട് 1941 മേരിലാൻഡ് എന്ന പട്ടണത്തിൽ നിന്ന് 7 കുട്ടികളെ തുടർച്ചയായിട്ട് കാണാതായി. അങ്ങനെയിരിക്കെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊന്നത് താനാണെന്നും പറഞ്ഞ് റസ്റ്റിൻ എന്നൊരാള് പോലീസിന് കീഴടങ്ങി. അവൻ പോലീസിന് കീഴടങ്ങി ആദ്യം തന്നെ പറഞ്ഞത് എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തു തീർത്തു എന്നാണ്. ഈ റസ്റ്റിൻ എന്ന സീരിയൽ കില്ലർ അതേ കാടിനുള്ളിൽ തന്നെ ഒരൊറ്റപ്പെട്ട വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പോലീസ് അങ്ങനെ റസ്റ്റിന്റെ വീട് കണ്ടെത്തി. ആ വീടിന്റെ ബേസ്മെന്റിലെ കാണാതായ 7 കുഞ്ഞുങ്ങളുടെയും ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അതും വികൃതമായ ഒരു അവസ്ഥയില് എന്തൊക്കെയോ മന്ത്രവാദ ചടങ്ങുകളൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ചോദ്യം ചെയ്യുന്ന നേരത്ത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് റസ്റ്റിൻ പോലീസിനോട് പറഞ്ഞത്. കാടിനുള്ളിൽ വെച്ച് കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ ഞാൻ കണ്ടിരുന്നു. ആ സ്ത്രീ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ 7 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ കൊലപ്പെടുത്തിയത്. റസ്റ്റിന്റെ ഈ കുറ്റസമ്മതത്തെ തുടർന്ന് അധികാരികള് അയാളുടെ വധശിക്ഷ നടപ്പിലാക്കി. ഇനിയാണ് നമ്മള് കഥയിലേക്ക് കടക്കുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 1994 3 കോളേജ് സ്റ്റുഡൻസ് ബ്ലെയർ വിച്ചിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് ബർഗസ്വില്ലിന് തൊട്ടായിട്ടുള്ള ആ മന്ത്രവാദിനിയുടെ പ്രേതം അലഞ്ഞു തിരിയുന്ന കാട്ടിലേക്ക് പോയി. ഇതാണ് ഈ ചിത്രത്തിലെ കഥാനായിക ഹെദർ. ഇത് ക്യാമറമാൻ ജോഷ് ആൻഡ് സൗണ്ട് ക്രൂ മൈക്കിൾ,
ആ കാടിനുള്ളിലേക്ക് പോയ ഇവരെ 3 പേരെയും പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല. ഈ 3 പേരെ കാണാതായി 1 വർഷത്തിന് ശേഷം കാട്ടിലേക്ക് ഹൈക്കിങ്ങിന് പോയ 2 പേർക്ക് ഈ കാണാതായവരുടെ ഒരു വീഡിയോ ക്യാമറ കണ്ടുകിട്ടി. അങ്ങനെ ആ വീഡിയോ ക്യാമറയിലുണ്ടായിരുന്ന ഫുട്ടേജ് ആണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ആ 3 കോളേജ് സ്റ്റുഡൻസിന് അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയണ്ടേ. ഫുട്ടേജിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ കഥാനായിക ബ്ലെയർ വിച്ച് എന്ന തന്റെ ഡോക്യുമെന്ററിയെ കുറിച്ച് സംസാരിക്കുന്നു. അവൾ ആ വിച്ചിനെ കുറിച്ച് ഒരുപാട് നാളായിട്ട് റിസർച്ചുകളൊക്കെ നടത്തിയിരുന്നു. ഹെദർ, ജോഷ്, മൈക്കിൾ ഇവര് 3 പേരും ബർക്കസ്റ്റ്വിൽ എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അവര് ട്രിപ്പിന് വേണ്ട ഫുഡും സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ആദ്യം തന്നെ അവർ ചെല്ലുന്നത് ബർക്കസ്റ്റ്വില്ലിലെ ശ്മശാനത്തിലേക്കാണ്. അവിടെയാണ് ആ സീരിയൽ കില്ലർ കൊലപ്പെടുത്തിയ 7 കുഞ്ഞുങ്ങളെ അടക്കം ചെയ്തിരിക്കുന്നത്. അവർ ആ യാത്രയിലെ ബർക്കസ്റ്റ്വില്ലിലെ ലോക്കൽസിനോട് ബ്ലെയർ വിച്ചിനെ കുറിച്ചും പ്രേതത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇവര് 3 പേരും ഈ പറഞ്ഞ പ്രേത കഥകളൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യരാണ് എന്നാണ് ഇവര് വിശ്വസിക്കുന്നത്. ആ ലോക്കൽസ് എല്ലാവരും പറയുന്നത് ഈ കഥകളൊക്കെ സത്യമാണ്, ഇത് നടന്നതാണ് എന്നൊക്കെയാണ്. 1941 റസ്റ്റിൻ എന്ന സീരിയൽ കില്ലർ 7 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയില്ലേ, അതിനെക്കുറിച്ചാണ് ഈ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത്. റസ്റ്റിൻ 2 കുഞ്ഞുങ്ങളെ വീതം ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി അവരെ ചുമരിനോട് ചേർത്ത് തിരിച്ചു നിർത്തും, അവരുടെ മുഖം കാണാതിരിക്കാൻ. കാരണം റസ്റ്റിന് ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ അവരെ കൊല്ലാൻ കഴിയത്തില്ല. ആ കുഞ്ഞുങ്ങളുടെ തലക്കടിച്ചാണ് റസ്റ്റിൻ അവരെ കൊലപ്പെടുത്തിയിരുന്നത്. ഈ ഒരു ടൗണിലെ ഞാൻ ആ മന്ത്രവാദിനിയുടെ പ്രേതത്തെ നേരിട്ട് കണ്ടു എന്ന് അവകാശപ്പെടുന്ന ഒരേ ഒരു വ്യക്തി ഈ മേരി ബ്രൗൺ എന്ന ഈ മുത്തശ്ശിയാണ്. പുള്ളിക്കാരി എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാരി പറയുന്നത് ഈ സ്ത്രീക്ക് വട്ടാണെന്നാണ്. മേരി മുത്തശ്ശി ചെറുപ്പത്തിലെ തന്റെ അച്ഛനോടൊപ്പം ഫിഷിങ്ങിനായിട്ട് കാട്ടിലേക്ക് പോയി. ആ സമയത്താണ് കാടിനുള്ളിൽ വെച്ചിട്ട് ആ മന്ത്രവാദിനിയുടെ പ്രേതത്തെ കണ്ടത്. തലവഴി കറുത്തൊരു ഷോളിട്ട് ദേഹം മൊത്തം മുടിയായി കുതിരയെ പോലെ പാഞ്ഞുപോയി. അങ്ങനെ മുത്തശ്ശി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഈ കള്ളക്കഥകളൊന്നും തന്നെ അവര് 3 പേരും വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അന്ന് രാത്രി അവര് 3 പേരും ടൗണിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഹെദർ താൻ റിസർച്ച് ചെയ്ത ബുക്സ് എല്ലാം തന്നെ പാക്ക് ചെയ്യുന്നു. കാടിനുള്ളിൽ എങ്ങനെ സർവൈവ് ചെയ്യാം, ആ ബ്ലെയർ വിച്ചിനെ കുറിച്ചുള്ള കൂടുതൽ കെട്ടുകഥകള് അവള് തന്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ അവര് യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ചൂണ്ടയിട്ടിരുന്ന 2 പേരെ അവരെ കാണുന്നത്. അവരോടും ബ്ലെയർ വിച്ചിനെ കുറിച്ച് ചോദിക്കും, നിങ്ങൾ ഈ കഥകളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു കെട്ടുകഥയാണോ അതോ ഈ പ്രേതം ഭൂതം ഇതൊക്കെ സത്യാണോ? അതിൽ ഈ കണ്ണാടിക്കാരൻ ഈ കഥകളൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല, അതൊക്കെ കെട്ടുകഥകളാണ്, മിത്താണെന്ന് പറഞ്ഞ് കളിയാക്കും. എന്നാൽ ഈ തൊപ്പിക്കാരൻ ഇതെല്ലാം തന്നെ വിശ്വസിക്കുന്നുണ്ട്. ആ തൊപ്പിക്കാരൻ അവരെ ചീത്ത പറയും, പിള്ളേരെ നിങ്ങളൊന്നും എത്ര കൊണ്ടാലും പഠിക്കില്ലേ, ഇതുപോലെ കുറെ പിള്ളേരെ ഈ കഥകളൊന്നും സത്യമല്ല എന്നും പറഞ്ഞ് ആ കാട്ടിലേക്ക് പോയിട്ട് ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. അവരോട് ആ കാട്ടിലേക്ക് പോവരുതെന്ന് പറഞ്ഞ് പരമാവധി അവരെ പിന്തിരിപ്പിക്കാനൊക്കെ പുള്ളിക്കാരൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 2 പേരോടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് 3 പേരും വീണ്ടും കാട്ടിലേക്ക് യാത്ര തുടർന്നു. അവര് റോഡ് സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്ത് കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അവർ ആദ്യം തന്നെ പോകുന്നത് ആ കഫിൻ റോക്ക് കാണാനാണ്. മാപ്പിലെ അവര് 3-4 സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോമ്പസിന്റെ സഹായത്തോടെയാണ് അവര് കാട്ടിലൂടെ നടക്കുന്നത്. സമയം ഇപ്പൊ ഇരുട്ടായി തുടങ്ങി. മാത്രമല്ല അവരിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യാനും തുടങ്ങി. അവര് പെട്ടെന്ന് തന്നെ ടെന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. മഴയായത് കാരണം വെട്ടത്തിനായിട്ട് പുറത്ത് തീ കത്തിക്കലൊന്നും നടക്കില്ല. അടുത്ത ദിവസം നേരം വെളുത്തതും ജോഷ് മറ്റു 2 പേരോടും പറയും, ഇന്നലെ രാത്രി കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടിരുന്നു. എന്നാൽ മറ്റു 2 പേരും അങ്ങനെ ഒന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അവര് നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നീട് അവര് മാപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അവരിപ്പോഴുള്ള ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്നുണ്ട്. വഴി തെറ്റാതെ തിരിച്ചു വരണ്ടേ. എന്നാ ഈ സമയത്ത് ഹെദർ പറയും, നമുക്ക് വഴി തെറ്റിയോന്നൊരു സംശയം. ഇത് കേട്ട് ജോഷ് ആകെ നെർവസ് ആയി. ഹെദർ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. വഴി തെറ്റിയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, നമ്മളിപ്പോ എവിടെയാന്ന് എനിക്കറിയാം, എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയാം. ഇത് കേട്ടപ്പോഴാണ് ജോഷിന് ശ്വാസം ഒന്ന് നേരെ വീണത്. അവര് തുടർന്നും ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. കുറച്ചുനേരം അവര് ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞ് ആ കാടിനുള്ളിലൂടെ നടന്നെങ്കിലും 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ അവർക്ക് 3 പേർക്കും ഒരു കാര്യം മനസ്സിലായി. അവർക്ക് വീണ്ടും വഴി തെറ്റി. അവരിപ്പോ ആ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ദിശയിലേക്കല്ല സഞ്ചരിക്കുന്നത്. ഹെദർ ആ മാപ്പും കോമ്പസൊക്കെ നോക്കിയാണ് പോകുന്നത്. എന്നാലും അവർക്ക് വഴി തെറ്റി. അവരിപ്പോ എവിടെയാണെന്ന് പോലും 3 പേർക്കും യാതൊരു പിടുത്തവുമില്ല. മൈക്കിൾ ആകെ ബഹളം വെക്കാൻ തുടങ്ങി. ഹെദർ, നിനക്ക് വഴി അറിയില്ലെങ്കിലേ അത് തുറന്നു പറയും, അല്ലാതെ വെറുതെ എനിക്ക് വഴിയറിയാന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വട്ടാക്കരുത്. ജോഷ് അവരെ 2 പേരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ കിടന്ന് വഴക്കിടല്ലേ, നമുക്ക് ആദ്യം മാപ്പ് നോക്കി വഴി കണ്ടെത്താം. മൈക്കിളിനാണെങ്കില് ആ മാപ്പ് നോക്കിയിട്ട് യാതൊരു പിടുത്തവുമില്ല. അവന് മാപ്പ് റീഡ് ചെയ്യാൻ അറിയില്ല. സോ ഹെദർ പറയുന്നത് വിശ്വസിക്കാനേ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഹെദർ പറയുന്നത്
ദിശയിലേക്ക് അവർ രണ്ടുപേരും നടക്കാൻ തുടങ്ങി. അവിടെ ചെറിയൊരു അരുവി കാണാം. ആ അരുവിക്ക് കുറുകിയായിട്ട് ഒരു മരം വീണ് കിടന്നിരുന്നു. അവരെങ്ങനെയൊക്കെയോ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴാതെ ഒരു കണക്കിനെ അപ്പുറത്തേക്ക് കടന്നു. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നതും അവിടെ കുറെ പാറക്കല്ലുകള് കൂട്ടിവെച്ചിരുന്നു. അത് കണ്ട് ഹെദർ പറയും, ചിലപ്പോ ഇതൊക്കെ കല്ലറകളായിരിക്കാം. മൊത്തം 7 കല്ലറകള് നമുക്ക് അവിടെ കാണാം. അവരെങ്ങനെ ഞങ്ങള് നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് കുറച്ച് ദൂരെ മാറിയിട്ടാണ് അവര് ടെന്റ് സെറ്റ് ചെയ്യുന്നത്. അന്ന് മഴയില്ലാത്തത് കൊണ്ട് പുറത്ത് തീയൊക്കെ കത്തിച്ച് 3 പേരും ടെൻഷനൊക്കെ മറന്ന് സംസാരിക്കുന്നുണ്ട്. ഈ നേരത്ത് ഹെദർ ആണെങ്കിൽ ആ 7 കല്ലറകളുടെ വീഡിയോ എടുക്കാന്നും പറഞ്ഞ് ഈ രാത്രി സമയത്ത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കാരണം ഈ ഒരു ഡോക്യുമെന്ററിക്ക് ആ 7 കല്ലറകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് അർദ്ധരാത്രി കാടിനുള്ളിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഹെദറിന് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. നായികയ്ക്കാണെങ്കിൽ അതിപ്പോ എന്താന്ന് നോക്കണം. എന്നാ മൈക്കിളിനെ ടെന്റിന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ്. അവൻ ഒന്നാമതേ ഈ ട്രിപ്പിന് വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഹെദർ അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. മൈക്കിള് ടെന്റിന് പുറത്തേക്ക് തന്നെ ഇറങ്ങില്ല. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തു. പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അവര് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ആ മഴയിൽ തന്നെ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി അവർക്ക് കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിരുന്നില്ലേ? അതിന് ജോഷ് പറയുന്നത് അത് നമ്മളെ പോലെ തന്നെ ആരെങ്കിലും ഹൈക്കിങ്ങിന് വന്നതായിരിക്കും. ഇത് കേട്ട് മൈക്കിൾ ആകെ വറീഡായി. അവര് നമ്മളെന്തെങ്കിലും ചെയ്യോ? ഇനി ഇവിടെ തന്നെ നിൽക്കുന്നത് അത്ര നല്ലതല്ലെന്നും പറഞ്ഞ് അവര് വീണ്ടും കാട്ടിലൂടെ നടക്കുകയാണ്. ഇപ്പോ ജോഷും മൈക്കിളും എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോണം, കാറിന്റെ അടുത്തേക്ക് നടക്കാന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം വെക്കുന്നുണ്ട്. എന്നാ ഹെദർ ആണെങ്കില് നമുക്ക് വഴി തെറ്റിയിട്ടില്ല, നമ്മൾ കാറിന്റെ അടുത്തേക്ക് തന്നെയാണ് നടക്കുന്നതെന്നും പറഞ്ഞാണ് അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നടന്ന് അവസാനം ഇരുട്ടായി തുടങ്ങി. രാത്രിയാവാൻ തുടങ്ങി. മൈക്കിളും ജോഷും ആകെ പാനിക്കായി. അവരെത്ര തന്നെ ബഹളം വെച്ചാലും ഹെദർ സമ്മതിക്കില്ല. അവർക്ക് വഴി തെറ്റിയിട്ടില്ല, എന്തായാലും ഇന്നിനി നടക്കാൻ പറ്റത്തില്ല, ഇരുട്ടി തുടങ്ങി. നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ദേ ഇവിടെ തൊട്ടടുത്താണെന്നൊക്കെ പറഞ്ഞ് നായിക അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. സോ അന്ന് രാത്രി അവര് ആ കാട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്യാണ്. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞതും കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഹെദറും ജോഷും ടെന്റിന് പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും ടോർച്ചടിച്ചു നോക്കി, ഒന്നിനെയും കാണുന്നില്ല. എന്നാൽ ആരോ ചുള്ളിക്കമ്പ് ഓടിക്കുന്നത് പോലെ ശബ്ദങ്ങൾ കേൾക്കാം. ആരോ അങ്ങോട്ട് നടന്നു വരുന്നത് പോലെ. ഇപ്പോ ജോഷ് പറയും അത് ചിലപ്പോ വല്ല മാനോ മൃഗങ്ങളായിരിക്കും. എന്നാൽ ഹെദർ അതൊരു മൃഗമാണെന്ന് സമ്മതിക്കില്ല. അതേതോ മനുഷ്യന്മാര് നടക്കുന്നത് പോലെയാണ്. പിന്നെ വലിയ മരമൊക്കെ പിടിച്ച് ഒടിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവര് ടെന്റിന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ദേ ടെന്റിന് വെളിയിലെ ആരോ കുറെ കല്ലുകള് പെറുക്കി കൂട്ടി വെച്ചിരിക്കുന്നു. അതും 3 എണ്ണം. അത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഇന്നലെ രാത്രി അവരവിടെ ടെന്റ് അടിക്കുന്ന നേരത്ത് ഈ കല്ലുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഇന്നലെ രാത്രി ആരോ ഇവിടെ അടുക്കി പെറുക്കി വെച്ചതാണ്. ഇത് കണ്ടതോടുകൂടി മൈക്കിളും ജോഷും ആകെ ബഹളം വെക്കാൻ തുടങ്ങി. നിന്റെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്തതൊക്കെ മതിയെന്നും പറഞ്ഞ് ഹെദറിനെ വഴക്ക് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അവര് ആ ടെന്റൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഈ നേരത്താണ് ഹെദർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ ബാഗിലുണ്ടായിരുന്ന മാപ്പ് കാണുന്നില്ല. അവൾ ഉടനെ തന്നെ ജോഷിനോട് ചോദിക്കും, നീ എന്റെ മാപ്പ് എടുത്തോ? ഇത് കേട്ട് മറ്റു 2 പേരും ആകെ ഷോക്കായി. നീ എന്തൊക്കെയാ പറയുന്നേ? മാപ്പും കോമ്പസും ഒക്കെ നിന്റെ കയ്യിലല്ലേ? കുറെ നേരം അവര് മാപ്പിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. മാപ്പില്ലാന്നും കരുതി അവിടെ തന്നെ നിൽക്കാൻ പറ്റൂ? അവര് കോമ്പസും നോക്കി കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. എങ്ങോട്ടാണ് നടക്കുന്നത്, അവരിപ്പോ എവിടെയാണെന്ന് പോലും അവർക്ക് 3 പേർക്കും അറിയത്തില്ല. ഒരു വിധത്തില് അവരിങ്ങോട്ട് വന്നപ്പോ ക്രോസ് ചെയ്ത ആ അരുവി കണ്ടെത്തി. എന്നാ ആ അരുവിയിലുണ്ടായിരുന്ന മരം അതിപ്പോ ഒടിഞ്ഞ് വെള്ളത്തിലേക്ക് വീണിരുന്നു. അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുവല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ സമയം ഹെദറിന്റെ ഷൂസ് നനഞ്ഞെന്നും പറഞ്ഞ് അവള് പരാതി പറയുന്നുണ്ട്. ഇത് കേട്ട് മൈക്കിൾ ആണെങ്കില് ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഹെദറിനെ അവനിങ്ങനെ ചിരിക്കുന്നത് കണ്ട് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് തോന്നിയത്. മൈക്കിൾ, നീ എന്തിനിങ്ങനെ ചിരിക്കുന്നേ? നീ ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴും മൈക്കിൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ ജോഷും ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് മൈക്കിള് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. അവനാണ് ഹെദറിന്റെ ബാഗിൽ നിന്ന് മാപ്പ് എടുത്ത് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു കളഞ്ഞത്. കാരണം കഴിഞ്ഞ 2 ദിവസം ആ മാപ്പ് നോക്കി അവർ ഈ കാടിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ ആ മാപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നും പറഞ്ഞ് മൈക്കിള് ഹെദറിനെ കളിയാക്കി ചിരിക്കുകയാണ്. ഇത് കേട്ടതോടെ ഹെദറിനാകെ ഭ്രാന്തായി. അവനെ നല്ല വഴക്ക് പറയുന്നുണ്ട്. നമ്മൾ 3 പേരും ഈ കാടിനകത്ത് കിടന്ന് മരിക്കുകയാണെങ്കിൽ മൈക്കിൾ അതിന് നീയാണ് കാരണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് 2 പേരും തമ്മിൽ തർക്കമായി ബഹളമായി. ഈ സമയം ജോഷ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കിളി പോയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കിടന്ന് വഴക്കിട്ടതുകൊണ്ട് വീട്ടിലേക്ക് പോവാൻ പറ്റൂ? 3 പേരും പതിയെ നടക്കുന്നുണ്ട്. ആരും ആരോടും സംസാരിക്കുന്നില്ല. ആകെ മൊത്തത്തില് സൈലന്റ് ആയി.
അവര് സൗത്തിലേക്കാണ് നടക്കുന്നത്, എങ്ങനെയെങ്കിലും ഈ സർക്കിളിൽ നിന്ന് മാറാനായിട്ട്. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോഴോ അവിടെയുള്ള പൈൻ മരങ്ങൾ മുഴുവനും സ്റ്റിക്ക് കൊണ്ട് വുഡു ക്രാഫ്റ്റ് ഹാങ് ചെയ്തിരിക്കുകയാണ്. ആ മന്ത്രവാദിനിയെ മരത്തിൽ എങ്ങനെയാണോ കെട്ടിയിട്ടിരുന്നത് അതേ ഷേപ്പിലാണ് ആ വുഡു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെദർ അതെല്ലാം കണ്ട് ആകെ എക്സൈറ്റഡ് ആയി അതെല്ലാം തെളിവിനായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക. എന്നാൽ മറ്റു രണ്ടുപേരും ആ വിച്ച് ക്രാഫ്റ്റ് കണ്ട് കിളി പോയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോണം പോണെന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നുണ്ട്. അവര് ഹെദറിനെ ചീത്ത വിളിച്ച് എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് ആ വിച്ച് ക്രാഫ്റ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് അവര് മുന്നോട്ട് നടന്നു. മൈക്കിളാണെങ്കിൽ പേടിച്ചിട്ട് അവന്റെ മൈൻഡ് തന്നെ കയ്യിന്ന് പോയൊരു അവസ്ഥയിലാണ്. അവൻ ആ കാട്ടിലൂടെ നടന്ന് കാറി കൂവാൻ തുടങ്ങി. ഹെൽപ്പ് ഹെൽപ്പ്, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ എന്നും പറഞ്ഞ്. ഈ നടുക്കാടിനകത്ത് അവരെ രക്ഷിക്കാൻ ആര് വരാനാണ്? ഇന്ന് രാത്രി ഈ കാടിനകത്ത് തങ്ങുന്ന കാര്യം മൈക്കിളിനെ കൊണ്ട് ചിന്തിക്കാൻ വയ്യ. എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞ് മൈക്കിള് ആകെ ഇമോഷണലായി. എന്തു തന്നെയായാലും അവർ ഇന്ന് രാത്രി കൂടി ഈ കാടിനകത്ത് ക്യാമ്പ് ചെയ്യാതെ മറ്റൊരു മാർഗവുമില്ല. എന്നാൽ ഇന്ന് രാത്രി അവര് ടെന്റിന് വെളിയിലെ തീയൊന്നും കത്തിക്കില്ല, ഫ്ലാഷ് ലൈറ്റ് ഒന്നും തന്നെ ഓണാക്കില്ല. കാരണം ആരോ ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്, ആരോ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊച്ച വെക്കാതെ സംസാരിക്കാതെ ഉറങ്ങാതെ ആ ടെന്റിനകത്ത് പേടിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പാതിരാത്രിയായതും കാടിനുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചില് കേൾക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങള് കരഞ്ഞുകൊണ്ട് ടെന്റിനടുത്തേക്ക് ഓടി വരുന്നത് പോലെ. അവർക്ക് വ്യക്തമായിട്ടറിയാം അതൊരിക്കലും കുഞ്ഞുങ്ങളല്ല. കാരണം ഈ നട്ടപ്പാതിരിക്ക് നടുക്കാടിനകത്ത് ഒരു കുഞ്ഞുങ്ങളും വരാൻ പോണില്ല. മൂന്നുപേരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. പെട്ടെന്ന് ആ ടെന്റ് കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. എന്തോന്ന് ആ ടെന്റ് പിടിച്ച് വലിക്കുന്നുണ്ട്, ഒച്ച വെക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, എന്റെ അമ്മയെന്നും പറഞ്ഞ് മൂന്നുപേരും ടെന്റിൽ നിന്നിറങ്ങി കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. എങ്ങോട്ടാണ് ഓടുന്നതെന്ന് അവർക്ക് പോലും യാതൊരു പിടുത്തവുമില്ല. മൂന്നുപേരും കൂട്ടം തെറ്റി ഓടിപ്പോയെങ്കിലും ഫ്ലാഷ് ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവര് മൂന്നുപേരും കണ്ടുമുട്ടി ഒരു മരച്ചുവട്ടില് മിണ്ടാതിരിക്കുകയാണ്. ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓഫാക്കി ഒച്ച വെക്കാതിരിക്കുക. അവരെ ആക്രമിച്ചത് അതെന്ത് ഭൂതാന്ന് അവർക്കറിയില്ല. നേരം വെളുക്കുന്നത് വരെ അവർ ആ മരത്തിന് ചുവട്ടില് ഉറങ്ങാതെ മിണ്ടാതിരുന്നു. പതിയെ പതിയെ വെട്ടം വന്നതും അവര് ടെന്റിനടുത്തേക്ക് നടന്നു. അവിടെ ചെന്ന് നോക്കുമ്പോ ജോഷിന്റെ ബാഗും സാധനങ്ങളൊക്കെ ആകെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അവന്റെ ക്യാമറയിലെ എന്തോ സ്ലൈം പോലെ കൊഴകൊഴാന്ന് എന്തോ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവർക്ക് 3 പേർക്കുള്ള സ്റ്റിക്ക് കൊണ്ടുള്ള വിച്ച് ക്രാഫ്റ്റും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഹെദർ ഇതൊക്കെ കണ്ട് പേടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കണ്ട് മൈക്കിളിന് ആകെ ദേഷ്യം വന്നു. അവൻ ആ ക്യാമറ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒരല്പസമയം കഴിഞ്ഞ് അവർ വീണ്ടും സൗത്ത് നോക്കി നടക്കാൻ തുടങ്ങി. എന്നാൽ അവര് പിന്നെയും വന്നു നിൽക്കുന്നത് ആ മരം വീണ് കിടന്നിരുന്ന അതേ അരുവിക്ക് അടുത്തേക്കാണ്. അവര് കുറച്ചുനേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്. ജോഷിന് പിന്നെ നടക്കാൻ തന്നെ വയ്യ. ഭക്ഷണമില്ലാതെ 4-5 ദിവസങ്ങളായി. അവന് ഇന്ന് രാത്രി ഈ കാടിനകത്ത് ക്യാമ്പ് ചെയ്യുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. ഇന്നലെ രാത്രി അവരെ ആക്രമിക്കാൻ നോക്കിയത് എന്തോ ക്രീച്ചറോ അങ്ങനെ എന്തോ ആണെന്നാണ് ജോഷ് പറയുന്നത്. ഹെദർ എന്തൊക്കെയോ പറഞ്ഞ് ജോഷിനെ സമാധാനിപ്പിച്ചു. ഈ കാട് അത്ര വലുതൊന്നുമല്ല, ആരെങ്കിലും നമ്മളെ തെരഞ്ഞിങ്ങോട്ട് വരാതിരിക്കില്ല, നമ്മൾ വന്ന റോഡ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തില് അവരെ സമാധാനിപ്പിച്ച് ഹെദർ അവരെ കൊണ്ട് സൗത്ത് നോക്കി നടന്നെങ്കിലും അവര് പിന്നെയും വന്നു നിൽക്കുന്നത് അതേ അരുവിക്ക് അടുത്തേക്കാണ്. ഒരു 10 മണിക്കൂറായി അവരിങ്ങനെ ആ കാടിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവര് പിന്നെ പിറകിലേക്ക് നടന്നു നോക്കി. എന്നാലും അവര് പിന്നെയും വന്നു നിൽക്കുന്നത് അതേ അരുവിക്ക് അടുത്തേക്ക് തന്നെയാണ്. 3 പേർക്കും അവരുടെ മനസ്സ് തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങി. മൈക്കിളും ജോഷും ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി ഹെദറിന് നേരെ അലറുന്നുണ്ട്. അവളെ വഴക്ക് പറയുന്നുണ്ട്. നായിക ആ വഴക്കെല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ കരയുവാണ്. 3 പേരും പരസ്പരം മിണ്ടാതെ പതിയെ വീണ്ടും മുന്നോട്ട് നടക്കുന്നു. ഇരുട്ടാൻ തുടങ്ങി. അവർക്ക് ഇതുവരെ ഈ ഒരു സർക്കിളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 പേരും ഫുഡൊന്നും കഴിക്കാതെ ആകെ ടയേർഡായി. അന്ന് രാത്രി അവര് ആ കാടിനുള്ളിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. ഇങ്ങനെ വഴക്കിട്ടിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് 3 പേരെ ടെന്റ് സെറ്റ് ചെയ്യാണ്. അന്ന് രാത്രിയും കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിരുന്നു. ആരോ വിറകൊടിക്കുന്നത് പോലെ, ടെന്റിനടുത്തേക്ക് ഓടി വരുന്നത് പോലെ. 3 പേരും പേടിച്ചിട്ട് അന്ന് രാത്രി ഉറങ്ങിയിരുന്നില്ല. ഹെദർ എന്തൊക്കെയോ തുന്നിക്കൊണ്ടിരുന്നു. മറ്റു 2 പേരും അവൾ എന്തൊക്കെയോ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഹെദറിനെ കളിയാക്കുന്നു. 3 പേരും ആ കാടിനകത്തെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഹെദറും മൈക്കിളും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ ടെന്റിനകത്ത് ജോഷിനെ കാണുന്നില്ല. അവന്റെ ബാഗും ക്യാമറയൊക്കെ അവിടെ തന്നെയുണ്ട്. 2 പേരും ആകെ പാനിക്കായി ജോഷിനെ ആ കാടിനകത്ത് തെരയാൻ തുടങ്ങി. എന്നാ അവർക്ക് ജോഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി റോഡ് കണ്ടെത്താനായിട്ട് നമ്മളോട് പറയാതെ അവന് ഓടിപ്പോയതാണോ അറിയില്ല. സമയം സന്ധ്യ ആവാറായി. അവര് 2 പേരും ജോഷിനെ തെരയുന്നത് അവസാനിപ്പിച്ച് അന്ന് രാത്രി ക്യാമ്പ് ചെയ്യാനായിട്ട് ടെന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് പാതിരാത്രി ആയതോടെ കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല ദൂരെ നിന്ന് ജോഷ് കരയുന്ന ശബ്ദം കേൾക്കാം. മൈക്കിളാണെങ്കിലേ ആ കരയുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് തന്നെ ടെന്റിന് വെളിയിലേക്ക് ഇറങ്ങി. ജോഷ് വേദന കൊണ്ട് അലറി കരയുന്ന ശബ്ദം അവർക്ക് 2 പേർക്കും വ്യക്തമായിട്ട് കേൾക്കാം. എന്നാൽ ചുറ്റും ടോർച്ചടിച്ച് നോക്കിയിട്ട് ആ കാടിനകത്ത് അവനെ കാണുന്നില്ല. 2 പേർക്കും ജോഷിനെ
ജോഷിന്റെ കരച്ചില് കേട്ടിട്ട് തന്നെ ആകെ പേടിയായി. എങ്ങോട്ട് ഓടണം, ജോഷിനെ എവിടെ തെരയണം, അവർക്ക് രണ്ടുപേർക്കും യാതൊരു പിടുത്തവുമില്ല. അങ്ങനെ അടുത്ത ദിവസം രണ്ടുപേരും ഉറക്കം എണീറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ടെന്റിന് തൊട്ടായിട്ട് ഒരു വിറക് കെട്ട് കിടക്കുന്നുണ്ട്. ആ ചുള്ളി കമ്പുകളിലാകെ ബ്ലഡാണ്. ഭയന്നുപോയ ഹെദർ അത് പെട്ടെന്ന് തന്നെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവര് രണ്ടുപേരും ജോഷിന്റെ പേരും വിളിച്ച് അവനെ അന്വേഷിച്ച് നടക്കുവാണ്. എന്നാൽ അപ്പോഴാണ് ഹെദറിന് ആ ചുള്ളിക്കമ്പ് കണ്ട് എന്തോ പന്തികേട് തോന്നിയത്. ആ ചുള്ളിക്കമ്പുകൾ കെട്ടിയിരിക്കുന്നത് ജോഷിന്റെ ഷർട്ട് കീറിയിട്ടാണ്. പേടിച്ച് അവള് നേരെ ചെന്ന് ആ ചുള്ളിക്കമ്പിന്റെ കെട്ടഴിച്ചു നോക്കി. അതിനകത്ത് ചെറിയൊരു പൊതി ഉണ്ടായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ഹെദർ ആ പൊതി അഴിച്ചു നോക്കുമ്പോ അതിനുള്ളില് മനുഷ്യന്റെ മുടിയും പല്ലുകളും നാക്കിന്റെ ഒരു പകുതി കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത് ജോഷിന്റെ ഷർട്ടാണ്. ഇത് കണ്ടതോടുകൂടി ഹെദർ കരയാൻ തുടങ്ങി. അവൾ ഓടിച്ചെന്ന് തന്റെ കയ്യിലെ ബ്ലഡൊക്കെ കഴുകി കളഞ്ഞു. ജോഷിന്റെ പല്ലും നാക്കും മുടിയൊക്കെ കണ്ടത് അവള് മൈക്കിളിനോട് പറയില്ല. ജോഷിനൊന്നും പറ്റിക്കാണില്ല, അവൻ ഈ കാട്ടിൽ എവിടെയെങ്കിലും കാണും എന്ന രീതിയിലാണ് ഹെദർ പെരുമാറുന്നത്. അവര് തുടർന്നും കാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നു. എങ്ങോട്ട് നടന്നാലും അവര് പിന്നെയും വന്നു നിൽക്കുന്നത് എവിടെയാണ്? അതേ അരുവിക്കടുത്തേക്കാണ്. മൈക്കിളിന് തന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. നമ്മൾ ഈ കാട്ടിൽ കിടന്ന് മരിക്കാൻ പോവാണെന്ന് അവൻ എന്തായാലും ഉറപ്പായി. വിശന്നിട്ട് ഉണങ്ങിയ ഇലയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അന്ന് രാത്രി ഹെദർ തന്റെ ക്യാമറയില് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവള് തന്റെ പേരൻസിന് വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. ഇതിനെല്ലാം കാരണം താനാണ്. എനിക്ക് മാപ്പ് തരണം. ജോഷിന്റെ പേരൻസും മൈക്കിളിന്റെ പേരൻസും എനിക്ക് മാപ്പ് തരണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എല്ലാം എന്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഹെദർ ക്യാമറ നോക്കി കരയുന്നുണ്ട്. അവൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് വീണ്ടും ഇന്നലെ കേട്ടതുപോലെ തന്നെ ജോഷിന്റെ അലറി വിളിച്ചുള്ള കരച്ചില് കേൾക്കാം. രണ്ടുപേരും ജോഷിന്റെ കരച്ചില് കേട്ട് കാട്ടിലൂടെ അവനെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. ആ കാടിനുള്ളിലെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന പഴയൊരു വീട് കാണാം. ഈ വീട് റസ്റ്റിൻ എന്ന സീരിയൽ കില്ലറിന്റെ വീടാണ്. അതായത് 1941 ആ ഗ്രാമത്തിലെ ആളുകള് തല്ലിത്തകർത്ത് കത്തിച്ചു കളഞ്ഞ വീട്. അതിനിപ്പോ യാതൊരു കുഴപ്പമില്ല. ആ വീട് കണ്ട് ഹെദർ ആകെ അങ്ങ് സ്റ്റക്കായി. അവൾക്ക് ആ വീടിനകത്തേക്ക് പോവാനുള്ള ധൈര്യമില്ല. എന്നാ മൈക്കിള് തന്റെ സുഹൃത്തിന്റെ കരച്ചില് കേട്ട പ്രേത വീടിനുള്ളിലേക്ക് ഓടിക്കേറി. കാരണം അവർക്ക് ആ വീടിനുള്ളിൽ നിന്ന് ജോഷിന്റെ കരച്ചില് കേൾക്കാം. ആ കരച്ചില് കേട്ട മൈക്കിളാണെങ്കില് നേരെ മുകളിലേക്ക് ഓടിക്കേറി. പിന്നാലെ തന്നെ ഹെദറും ഉണ്ട്. അവരാ മുകളിലേക്ക് കയറി പോകുമ്പോ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ചുമരില് നിറയെ കുഞ്ഞുങ്ങളുടെ രക്തം കൊണ്ടുള്ള കൈപ്പാടുകളാണ്. അവരങ്ങനെ മുകളിലേക്ക് ഓടിക്കേറിയെങ്കിലും ഇപ്പൊ ജോഷിന്റെ കരച്ചില് കേൾക്കുന്നത് താഴെ ബേസ്മെന്റിൽ നിന്നാണ്. അത് കേട്ടപാട് തന്നെ മൈക്കിൾ ആകെ വെപ്രാളപ്പെട്ട് താഴേക്ക് ഓടിപ്പോയി. ഈ സമയം ഹെദർ മുകളിൽ തനിച്ചാണ്. അവൾക്ക് പിന്നെ എങ്ങോട്ട് ഓടണമെന്ന് യാതൊരു പിടുത്തവുമില്ല. മൈക്കിൾ അങ്ങനെ താഴേക്ക് ഓടി ബേസ്മെന്റിൽ എത്തിയെങ്കിലും അവന് എന്തോ ഒന്ന് തലക്കടിച്ച് വീഴ്ത്തി. അവന്റെ ക്യാമറ താഴേക്ക് വന്നു വീണു. ഇവിടെ ഹെദർ ആണെങ്കില് മൈക്കിളിനെ കാണാതെ ആകെ പേടിച്ച് കരഞ്ഞ് ബേസ്മെന്റിലേക്ക് വരുന്നുണ്ട്. അവൾക്ക് മൈക്കിളിന്റെ കരച്ചില് കേൾക്കാം. ഇത്ര നേരം കേട്ടിരുന്നത് ജോഷിന്റെ കരച്ചിലാണെങ്കില് ഇപ്പൊ കേൾക്കുന്നത് മൈക്കിളിന്റെ കരച്ചിലാണ്. എന്തായാലും മിമിക്രി അറിയാവുന്ന പ്രേതമാണ്. അവള് പേടിച്ചരണ്ട് പതിയെ ആ ബേസ്മെന്റ് മുറിയിലേക്ക് ചെല്ലുമ്പോ കാണുന്നത് മൈക്കിള് ചുമരിലേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നത് മൈക്കിളല്ല, അവൻ മിണ്ടാതെയാണ് നിൽക്കുന്നത്. പെട്ടെന്ന് എന്തോന്ന് ഹെദറിന്റെ തലക്കടിച്ചു. അവളുടെ കയ്യിലെ ക്യാമറ താഴേക്ക് വന്നു വീണു. ഈ ഒരു സീനോടെയാണ് ദ ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് എന്ന ഈ ഒരു ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ മൂവി അവസാനിക്കുന്നത്. ഈ 3 സുഹൃത്തുക്കൾക്കും എന്താണ് സംഭവിച്ചത്? അവരെ ആരാണ് കൊലപ്പെടുത്തിയത്? ആ ബ്ലെയർ വിച്ച് സത്യമാണോ? ഇതിന്റെ എല്ലാം ഉത്തരം ബ്ലെയർ വിച്ച് സീരീസിന്റെ ഫൈനൽ പാർട്ടിൽ കാണിക്കുന്നുണ്ട്. മൊത്തം 3 മൂവിയാണ് ഉള്ളത്. ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട് കണ്ടിരുന്നു. ഈ കഥയുമായിട്ട് രണ്ടാമത്തെ സ്റ്റോറിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ആ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല. സോ നമുക്ക് ബ്ലെയർ വിച്ചിന്റെ ഫൈനൽ പാർട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്